സഹായം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാടെന്താ? അത് ശിർക്കാകുന്നതുണ്ട്, ശിർക്കാകാത്തതുണ്ട്. ആ നിലപാടേ എനിക്കുള്ളൂ. പിന്നെ ശിർക്കല്ല എന്ന് നേരത്തെ വാദമുണ്ട്, ഇപ്പൊ ശിർക്കാണ് എന്ന് സ്ഥാപിച്ച് ലേഖനം കൊടുക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെ 18-ാം തീയതി എന്നെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടതല്ലാതെ എനിക്ക് ഔദ്യോഗിക അറിയിപ്പൊന്നും കിട്ടിയില്ല. 3-ാം ദിവസം കാണുന്നു വാറണ്ട് വരുന്നു. വീണ്ടും ഒരാള് മുജാഹിദ് സെന്ററിൽ നിന്ന് വരുന്നു. എന്താണ്? നിങ്ങളൊരു കൂടിക്കാഴ്ചക്ക് ചെല്ലണം. കൂടിക്കാഴ്ചക്ക് ചെന്ന് നോക്കുമ്പോൾ ഇത് മുമ്പിലേക്ക് വെച്ചെന്നു, ഇതിൽ ഒപ്പിടണം. ഞാൻ പറഞ്ഞു എനിക്കില്ലാത്തൊരു വാദം ഉണ്ടെന്ന് സമ്മതിച്ചിട്ട് എനിക്ക് ഒപ്പിടാൻ പറ്റൂല. അതുകൊണ്ട് റമദാൻ മാസമാണ്, റമദാനൊക്കെ കഴിയട്ടെ ആലോചിച്ച് ഒപ്പിടാം. എപ്പോഴും ഒപ്പിടാൻ പറ്റുക? റമദാൻ കഴിയട്ടെ, വളരെ വൈകാതെ ഒപ്പിടാം. റമദാൻ കഴിഞ്ഞ് 6 നോമ്പും കൂടി കഴിയുന്നതിന് മുമ്പ് അടിയന്തര എക്സിക്യൂട്ടീവ് ഉണ്ട് എന്ന് കേട്ടു. അപ്പൊ ഞാൻ പോയി. എന്നിട്ട് എന്തുകൊണ്ടാണ് അന്ന് ഒപ്പിടാത്തത് എന്ന് വ്യക്തമാക്കുന്ന കത്ത് TP-യുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. TP വളരെ സന്തോഷത്തോടെ സക്കരി എന്താ വരാത്ത വിചാരിച്ചിരിക്കുന്നു, അന്ന് വന്നത് നന്നായി എന്നുള്ള മാതിരി സന്തോഷത്തിൽ പിരിഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പോൾ TP-യോട് പറഞ്ഞു, ഞാനൊന്ന് ഒപ്പിടാതിരുന്നത് എനിക്കില്ലാത്തൊരു വാദം, ഞാൻ മുമ്പ് ശിർക്കിലായിരുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു വാദം ഉണ്ടെന്ന് എഴുതി ഒപ്പിടാൻ എനിക്ക് പറ്റുമോ? ആ വിവാദ ഭാഗം ഒഴിവാക്കിയാൽ ഞാൻ ഇന്നും ഒപ്പിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ കത്ത് പരിഗണിക്കുക പോലും ചെയ്യാതെ അന്ന് നേരെ പോയിട്ട് എന്നെ പുറത്താക്കുകയാണ് TP അടക്കമുള്ളവർ ചെയ്തത്. മനസ്സിലായില്ലേ? ആ കത്ത് ഞാൻ TP-ക്ക് കൊടുത്തു, AP-ക്ക് കൊടുത്തു, അതുപോലെ പറപ്പൂരിന് കൊടുത്തു, പന്നൂരിന് കൊടുത്തു. കാരണം അവരെ വായിക്കപ്പെടാതെ പോകരുത് എന്ന നിലക്ക്. പക്ഷെ വായിച്ചില്ല. എൻ്റെ കത്ത് വായിക്കാതെ എന്നെ പുറത്താക്കി. അത് കഴിഞ്ഞു. എന്നെ പുറത്താക്കിയാൽ ആ വിവരം ആദ്യം അറിയിക്കേണ്ടത് ഇന്നല്ലേ, എന്നെ അറിയിച്ചില്ല. ആഗസ്റ്റ് 22-ന് എന്നെ പുറത്താക്കിയിട്ട് എനിക്ക് വിവരം കിട്ടുന്ന എന്നറിയോ? സെപ്റ്റംബർ 7-ന്. അതിനിടക്ക് സംസ്ഥാന കൗൺസിൽ നടത്തി കളഞ്ഞു. കാരണം എന്നെ അറിയിച്ചാൽ ഞാൻ സംസ്ഥാന കൗൺസിൽ അപ്പീലിന് പോകുമല്ലോ ഭരണഘടന അനുസരിച്ച്. അത് പോകാതിരിക്കാൻ വേണ്ടി ആഗസ്റ്റ് 22-ന് പുറത്താക്കി. സെപ്റ്റംബർ 2-ന് കൗൺസിൽ പ്രഖ്യാപിച്ചു 10 ദിവസത്തിനുള്ളിൽ. ആ 10 ദിവസത്തിനുള്ളിൽ സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി എന്ന് വ്യക്തമാക്കുന്ന 3 മുഖാമുഖം നടത്തി. ഒന്ന് കൊടുവള്ളി മണ്ണിൽക്കടവിൽ, അതിന്റെ പിറ്റേന്ന് ഇടവണ്ണ ജാമിയയിൽ, 2 ദിവസം കഴിഞ്ഞ് തൃശ്ശൂർ കൊപ്രക്കളത്ത്, അതിന്റെ നേരെ പിറ്റേന്ന് 2-ാം തീയതി സംസ്ഥാന കൗൺസിൽ. ഈ 3 മുഖാമുഖവും ബൈലക്സ് ഇന്റർനെറ്റിൽ ലൈവ് കൊടുത്തിട്ട്, ആ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളവർക്കൊക്കെ അവനവന്റെ വീട്ടിലിരുന്ന് കേൾക്കാവുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ എന്തു കൊടുത്തത്? ഈ മുഖാമുഖം നടത്തിയത്. സുഹൃത്തുക്കളെ, അതിൽ എന്തായിരുന്നു ആ മുഖാമുഖത്തിന്റെ ശൈലി എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആ മുഖാമുഖത്തിൽ എടവണ്ണയിൽ പറഞ്ഞതും കൊടുവള്ളിയിൽ പറഞ്ഞും 2 ക്ലിപ്പ് നിങ്ങൾ കേട്ടോളൂ. ആദ്യം എടവണ്ണയിൽ അബ്ദുറഹ്മാൻ സലഫി പറയുകയാണ്, കേട്ടോളൂ. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. ആരോടായി പറയുന്നത്? നമ്മുടെ പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാൻ കള്ള ഹദീസും പിടിച്ച് നടക്കുന്നത്. കൊണ്ടുവാടാ ഇങ്ങോട്ട്. എന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാൻ നിങ്ങൾ ആരെങ്കിലും സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇല്ലാതെ ശിർക്ക് ആരോപിക്കുകയാണ്. കാരണം കൗൺസിലിൽ ആളുകൾ ചോദിക്കുമല്ലോ സക്കരിയ സലാഹിനെ എന്തിനാ പുറത്താക്കിയത്. അപ്പൊ അയാൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുക. എന്നിട്ട് മുമ്പ് രോഷം കൊള്ളുകയാണ്. കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിന്ന് കുടിച്ച് പിപ്പിരി അയോട് വെല്ലുവിളിക്കുക, കണ്ടു വേടാങ്ങട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ വേടാങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കണം നിങ്ങൾ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആളുകളെ മണ്ടയിലേക്ക് അടിച്ചു കയറ്റോ, ഇയാള് ശിർക്കിൽ പോയതിൽ അദ്ദേഹത്തിന് എന്തൊരു രോഷം കണ്ടോ, ആ തൗഹീദിന്റെ കട്ടികൊണ്ടാണ് ദേഷ്യം വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. കൊടുവള്ളി ഇയാൾ പറഞ്ഞത് കേട്ടോളൂ. വേറൊന്ന് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് വിളിക്കുന്നു, നിങ്ങൾ എന്റെ നരകത്തിലേക്കും വിളിക്കുന്നു. നിങ്ങൾ എന്നെ വിളിക്കുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്ക്, ശിർക്ക് ചെയ്യുന്നതിലേക്കാണ്. അതിലേക്കാണ്, ശിർക്കിലേക്കാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, കുഫറിലേക്കാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ നിങ്ങളെ വിളിക്കുന്നതോ ഇലൽ അസീസിൽ ഗഫാർ, റബ്ബിലേക്കാണ് വിളിക്കുന്നത്. നിങ്ങൾ ജിന്നിലേക്ക് വിളിക്കുന്നു, ഞങ്ങൾ റബ്ബിലേക്ക് വിളിക്കുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നു.
ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നു. ഇത് വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. കണ്ടോ? അപ്പൊ ഖുർആനിൽ പറഞ്ഞതാ അപ്പൊ മൂപ്പരാ പറഞ്ഞത്. അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് പച്ചക്ക് ശിർക്ക് ആരോപിക്കാണ്. അപ്പൊ ഇത് കൊടുവള്ളി, മറ്റത് എടവണ്ണ. എടവണ്ണയിൽ 12 നട്ട പാതിരാക്കുന്നിട്ട് വിളിച്ച് പറയാണ്. ഈ ശിർക്കാരോപണ സംഗമങ്ങൾ 3 നടത്തിയിട്ടാണ് സംസ്ഥാന കൗൺസിൽ നടക്കുന്നത്. അങ്ങനെ സംസ്ഥാന കൗൺസിൽ നടക്കുന്നു. എനിക്കതിൽ അപ്പീൽ കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഞാനൊരു കത്ത് തയ്യാറാക്കിയിട്ട് കൗൺസിലർമാർക്കൊക്കെ കൊടുത്തു. ഈ പറഞ്ഞ TP-ക്കും AP-ക്കും ഒക്കെ കൊടുത്തു. പക്ഷെ അവരത് വായിച്ചില്ല ആ കത്തവിടെ. കാരണം എന്താ അറിയോ? അബ്ദുറഹ്മാൻ സലഫിയാണ് ഈ കാര്യത്തിൽ അക്രമം കാട്ടിയതെന്നും എന്നോട് കാണിച്ച അനീതികളും അതിലെമ്പാടുമുണ്ട്. 3/4 മണിക്കൂറോളം എനിക്കതിലുള്ള കുറ്റപത്രം വായിച്ചു. എന്നാ 10 മിനിറ്റ് മതി എന്റെ കത്ത് വായിക്കാൻ. അതവിടെ വായിച്ചില്ല. ഈ 23 നടപടിക്രമല്ലേ, അതിൽ 30ഓളം കാര്യങ്ങൾ ഞാനതിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയാൻ വായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ സംസ്ഥാന കൗൺസിലിന്റെ മുമ്പിൽ എന്നെ മുശിരിക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവിടെ ആ പ്രഖ്യാപനം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, സംസ്ഥാന കൗൺസിലിൽ നടന്ന കാര്യം നിങ്ങൾക്കറിയോ? കൗൺസിൽ എന്ന് പറഞ്ഞ ആലോചനാ സഭ എന്ന പേരിന്, പക്ഷേ ഒരിക്കലും തന്നെ ചർച്ച അനുവദിച്ചില്ല. ചർച്ചയില്ല എന്ന് പറഞ്ഞൊരു കൗൺസിൽ KNM-ന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെയോ ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അറിയിക്കാനാണ്. എന്നാ പിന്നെ സർക്കുലർ അയച്ചാൽ പോലെ കോഴിക്കോട്ടേക്ക് വിളിക്കണോ? ശാഖാ മണ്ഡലം കമ്മിറ്റികൾക്ക് അയക്കാനുള്ള സർക്കുലറാണ് അവിടെ വായിച്ചു കേൾപ്പിച്ചത്. അതിന് കൗൺസിലർമാരെ ഒപ്പ് കിട്ടാൻ വേണ്ടി മാത്രം കേരളത്തിന് ഒപ്പിടിക്കുമല്ലോ. എന്നിട്ട് സുഹൃത്തുക്കളെ TP പ്രഖ്യാപിക്കുകയാണ്, ഈ തീരുമാനത്തിന് ഈ കൗൺസിലിന്റെ പൂർണ്ണമായ അംഗീകാരമുള്ളതായി അറിയിക്കുന്നു. അപ്പോ തക്ബീർ, അല്ലാഹു അക്ബർ. അതൊക്കെ നേരത്തെ ഏൽപ്പിച്ചതനുസരിച്ച് ചെയ്തതാണ്. പണ്ട് നമ്മൾ തക്ബീർ തൊഴിലാളികൾ എന്ന് പരിഹസിച്ചിരുന്നു. മൂവാറ്റുപുഴ സംവാദത്തിൽ ഒരു അനീഫ പറഞ്ഞു, ആ തക്ബീർ തൊഴിലാളികൾ എങ്ങനെ ഇവിടെ എത്തി? വീണ്ടും TP-ന്റെ പ്രഖ്യാപനം. സക്കരിയ സലാഹിയുടെ ആശയവുമായി സംഘടനയിൽ തുടരുന്നവർ ആരായാലും സക്കരിയ പോയ വഴിക്ക് തന്നെ അവർ പോകേണ്ടി വരും. അല്ലാഹു അക്ബർ. എന്നിട്ട് എനിക്കതിൽ ശിർക്ക് ആരോപിച്ചപ്പോ കാസർഗോഡ് ഹദീസ് സെമിനാറിൽ ഞാൻ ശിർക്കൻ വാദം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അതിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു, അതൊന്ന് തെളിയിക്കണം. ഞാനതിൽ പങ്കെടുത്താണ്, അതിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഉടനെ സലഫി പറയാണ്, സംശയമുള്ളവർ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് റൂമിൽ ഒറ്റക്ക് വന്നാൽ, പേനയും കടലാസും വന്നാൽ ഞാൻ കേൾപ്പിക്ക, എഴുതിയെടുക്കാൻ. ബഹളമായി. ഇരിക്കടാ അവിടെ. KV പറയാ, ഒരാൾ മുമ്പിൽ നിന്ന് എന്തോ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോ ഇറങ്ങി പോടാ ഇവിടുന്ന്. കാരണം എന്താ? മൂപ്പർക്ക് സംസ്ഥാന കൗൺസിൽ സ്ഥാനം കിട്ടിയത് അങ്ങനെയാണ്. നോക്കണം നിങ്ങള്. KVയെ സംസ്ഥാന കൗൺസിലിൽ തിരികെ കയറ്റിയതാ. അയാളെ മണ്ഡലത്തിൽ ആരും അയാളെ നിർദ്ദേശിച്ചില്ല. അവസാനം ഫറൂഖ് മണ്ഡലത്തിലൂടെ തിരികെ കയറ്റാൻ നോക്കിയപ്പോ ആളുകൾ എതിർത്തു. അപ്പൊ TP പറയാണ്, മൂപ്പര് സംസ്ഥാന കൗൺസിൽ എടുക്കാന്നൊരു വസിയത്ത് പോലെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു പ്രവർത്തകൻ ചോദിച്ചു, ഇതെന്താ TP നിങ്ങളെ തറവാട്ട് സ്വത്താണോ, നിങ്ങളെങ്ങനെ വസിയത്ത് കൊടുക്കാൻ? അങ്ങനെ മാനം കെടേണ്ടി വന്നില്ലേ സുഹൃത്തുക്കളെ? ഈ ഒരു കോക്കസിന് വേണ്ടിയാണ് TP ഇത്ര തരം താഴുന്നത്. കാരണം SLRC എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ സംസ്ഥാന പരിപാടിക്ക് അധികം TP ഉണ്ടാകും. SLRC എന്ന് പറഞ്ഞാൽ KNM-ത്തെ ഒരു ബന്ധമല്ല. ഓല് സ്വന്തം പണം പിരിക്കുന്നു, ഓല് സ്വന്തം കെട്ടിലുണ്ടാക്കുന്നു, ഓല് സ്വന്തം തീരുമാനം എടുക്കുന്നു, ഓല് എവിടെയോ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടുന്നു, എന്നിട്ട് അങ്ങനെ നടത്താം. പക്ഷെ അതിന്റെ എല്ലാ പരിപാടിക്കും ഉപയോഗിക്കുന്നത് നമ്മുടെ സംഘടനാ സംവിധാനമാണ്. CD ടവറിലും മുജാഹിദ് സെന്ററിൽ ചെന്ന SLRC-ന്റെ പോസ്റ്ററാണ്. അവരെ പണം പിരിച്ചത് KNM-ൽ അവതരിപ്പിക്കുന്നുണ്ടോ? അവരെ പണം പിരിക്കുന്നതിനുള്ള നിയന്ത്രണമുണ്ടോ? ഒന്നുമില്ല. അവർ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും. പക്ഷെ അവർ സ്വന്തം നിലയ്ക്ക്, നിച്ചു അങ്ങനെ തന്നെയാണല്ലോ, അവർ സ്വന്തം നിലക്ക് പണം പിരിക്കും, സ്വന്തം നിലക്ക് കാര്യങ്ങൾ നടത്തും. അതൊന്നും KNM അറിയില്ല. സംഘടനയിൽ അതിന്റെ കണക്ക് അവതരിപ്പിക്കലുമില്ല. ആർക്കറിയാം? പക്ഷേ സംഘടനാ സംവിധാനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഈ 2 വിഭാഗം ആളുകളും യഥാർത്ഥത്തിൽ ഇപ്പൊ അവരെ കൂടെ നിൽക്കുന്ന എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സുഹൃത്തുക്കളെ, എനിക്കതിലെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച ആളുകള് അവിടെ എനിക്ക് ഞാൻ കൊടുത്ത കത്ത് ചർച്ചയ്ക്ക് വന്നില്ലെന്ന് മാത്രമല്ല, ഈ കോക്കസ് കളി യഥാർത്ഥത്തിൽ ജനങ്ങൾ അറിയാനിടയായത്, അക്രമവും അനീതിയും ഇവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം സുഹൃത്തുക്കളെ എനിക്ക് ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ പുറത്താക്കിയതിൽ എനിക്ക് വിഷമമില്ല. സംഘടന ഇല്ലെങ്കിൽ സ്വർഗത്ത് പോകില്ല എന്ന് ഒരൊറ്റ മുജാഹിദും വിശ്വസിക്കണില്ല. ഉണ്ടോ? ഇല്ലല്ലോ. നമുക്കറിയാം, കേരള ജമിയത്തും 1924 ഉണ്ടായി. പക്ഷെ KNM ഉണ്ടാകുന്ന 1950. പണ്ഡിതന്മാർക്ക് സംഘടന 50 വരെ ഉണ്ട്. പക്ഷെ പാമരന്മാർക്ക് 1950 വരെ സംഘടന ഇല്ല. എന്നിട്ട് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചോ? ഇവിടെ പള്ളി നടന്നില്ലേ? മദ്രസ നടന്നില്ലേ? ബയല് നടന്നില്ലേ? ദഅവത്ത് നടന്നില്ലേ?
കുറച്ചുകൂടി സൗകര്യമാണ് എന്ന് മാത്രമേ സുഹൃത്തുക്കളെ സംഘടനയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ശിർക്കാരോപണമാണ് സുഹൃത്തുക്കളെ നടത്തിയിട്ടുള്ളത്. ശിർക്കാരോപണം, എന്നെ ശിർക്കാരോപിച്ചുകൊണ്ട് പുറത്താക്കി, പത്രത്തിൽ കൊടുത്തു. എന്നിട്ട് എന്താ കൊടുത്തത്? ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കാണ് എന്നാണ് KNMന്റെ വാദം. അത് അംഗീകരിച്ച് ഒപ്പുവെക്കാൻ സക്കരിയ സലാഹി തയ്യാറായില്ല, അതുകൊണ്ടാണ് പുറത്താക്കിയത്. മാധ്യമം, മാതൃഭൂമി, എല്ലാ പത്രത്തിലും ഞാൻ പത്രങ്ങൾക്ക് മറുകുറിപ്പ് കൊടുത്തു. പത്രങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു. നിങ്ങളൊക്കെ അത് വായിച്ചു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, എന്നെ പുറത്താക്കിയിട്ടും ഞാൻ ഇറങ്ങിയിട്ടില്ല. സംസ്ഥാന കൗൺസിലിൽ എന്നെ പുറത്താക്കിയിട്ടും ഞാൻ ഇറങ്ങിയില്ല. പിന്നെ ഈ ശിർക്കാരോപണം തന്നെ സർക്കുലറായും സംഘടനാ വേദികളിലും പരസ്യമായിട്ട് പറഞ്ഞ് ഞാൻ മരിച്ചാൽ മയ്യത്ത് സ്കരിക്കാൻ വരെ പറ്റുമോ എന്ന് മുജാഹിദുകൾ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ശിർക്കാരോപണം അതിര് കടന്നപ്പോൾ നിവൃത്തിയില്ലാതെ സെപ്റ്റംബർ 8 ഞാൻ ഇറങ്ങിയത്. നിങ്ങൾ പറയും ഞാൻ പിന്നെ എന്തു ചെയ്യണം? മാർച്ച് മുതൽ 6 മാസം ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. ഒരു വൺ സൈഡ് വിശദീകരണം 2011 ജൂണിൽ ആരംഭിച്ച KJUവിന്റെ ആദർശ വിശദീകരണം എന്ന പേരിൽ നടത്തിയിട്ടുള്ള മുഴുവൻ മീറ്റിങ്ങുകളും ഈ ശിർക്കാരോപണം നടത്തും. 1.5 കൊല്ലം ഇത് സഹിച്ചു. ഇനിയും ഈ സംഘടന ജനങ്ങളുടെ മുമ്പിൽ മാനം കെട്ടുകൂടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗത്യന്തരമില്ലാത്തൊരു ഘട്ടത്തിൽ ആ സുഹൃത്തുക്കളെ ഞാൻ ഇറങ്ങിയത്. ഇതല്ലാതെ ഞാൻ എന്തു ചെയ്യും? നിങ്ങൾ പറയൂ എന്നോട്, നിഷ്പക്ഷമായി നിങ്ങൾ പറയൂ. അങ്ങനെയാണ് സുഹൃത്തുക്കളെ സെപ്റ്റംബർ 8 ഞാൻ ഇറങ്ങിയത്. ഇപ്പൊ വിചിന്തനത്തിൽ എഴുതിയത് എന്താ? പുഴയിൽ വീണാല് കരയിലുള്ള ജിന്നിനെ വിളിക്കാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞ ക്ലിപ്പ് കണ്ടതിന് ശേഷമാണ് ഈ നിബന്ധന വെച്ചത്. എങ്ങനെയുണ്ട്? ആഗസ്റ്റ് 22 എന്നെ പുറത്താക്കിയത് സെപ്റ്റംബർ 10 ഞാൻ പറഞ്ഞ ക്ലിപ്പ് കണ്ടിട്ടാണ്. അത് വല്ലാത്ത കറാമത്ത് തന്നെയാണല്ലോ. ആഗസ്റ്റ് 22 പുറത്താക്കി, സെപ്റ്റംബർ 10 തൃശ്ശൂർ പറഞ്ഞ ക്ലിപ്പ് നേരത്തെ കണ്ടു. എന്ത് കളവാണ് ഈ പറയുന്നത്? പന്നൂർ എഴുതി വിടുക, ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ നുണ എഴുതാനായിട്ട് ഉത്തരിക്കുക. സംഘടനയ്ക്ക് ചാരി നിൽക്കാൻ, സംഘടനാ നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടത് എന്ന് മൂപ്പർക്ക് അറിയുന്നില്ല. അത്രമാത്രം സുഹൃത്തുക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ശിർക്കാരോപണം കൊണ്ടുവന്നതാരാ? മടവൂർ വിഭാഗമാണ്. 2002 സംഘടനയിൽ നിന്നും പുറത്തു പോകുമ്പോൾ അവർ പറഞ്ഞ എന്താ? ജിന്നു സേവയിലേക്കും പിശാച് പൂജയിലേക്കും ഈ സംഘടനയെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇവിടെ സംഘടനയെ ജിന്നു സേവയിലേക്ക് നയിക്കാൻ കാത്തു നിൽക്കുന്നവരെ ചോദ്യം ചെയ്തു ഞങ്ങൾ. അതാണ് ഞങ്ങൾക്കുണ്ടായ കുറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശിർക്കിലേക്ക് പോയി എന്ന് 2002 മുതൽ ആക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2006 വന്നപ്പോ സെൻസിംഗ് എന്ന KP സമസ്തയുടെ മാസികക്ക് അബ്ദുസ്സലാം സുല്ലമി കൊടുത്ത അഭിമുഖത്തിൽ മൗലവി വിഭാഗം മുശ്രിക്കുകൾ, മൗലവി വിഭാഗം എന്ന് പറഞ്ഞാൽ AP അബ്ദുൽ ഖാദർ മൗലവിയെ പിൻപറ്റുന്ന വിഭാഗം മുശ്രിക്കുകൾ എന്ന. ഇപ്പോഴിതാ 2012 കോടമ്പുഴ സംവാദം നടന്നിട്ടും ശബാബ് എഴുതിയ എന്താ? ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാമെന്ന വാദം AP വിഭാഗം മുജാഹിദുകൾ ഉന്നയിച്ചത് ദഅവത്ത് രംഗത്തെ നമുക്ക് തടസ്സം ഉണ്ടാക്കിയതാണ് അവർ എഴുതിയിട്ടുള്ളത്. അവർ 2002 മുതൽ 2012 വരെയും കഴിഞ്ഞ 10 വർഷമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണമാണിത്. മടവൂർ വിഭാഗം കൊണ്ടുവന്ന ആരോപണം 10 കൊല്ലം നമ്മൾ എതിർത്തു. ഇപ്പൊ നമ്മൾ അത് ഏറ്റെടുത്തു. അബ്ദുൽ മജീദ് സലാഹി 2011 ഡിസംബറിൽ ചാലിയത്ത് വെച്ച് പറഞ്ഞത് കേട്ടോളൂ. എന്നാൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ കുറച്ചാളുകൾ മൈക്ക് കിട്ടിയാൽ ഉടനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് KNMന്റെ ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. ഏകനായ സർട്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് എല്ലാ സമ്മേളനങ്ങളിലും സംവാദങ്ങളിലും അതുപോലുള്ള പ്രോഗ്രാമുകളിലും ഉറക്കെ പ്രഖ്യാപിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടോ? എന്താണ് ആ വിഷയത്തിൽ ഇങ്ങനെയുള്ള സംശയത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്? ഇക്കാര്യം വിശദീകരിക്കുന്നത് ബഹുമാന്യനായ ഹനീഫ് കായക്കൊടിയാണ്. ഇനി അനസ് മൗലവി പറഞ്ഞത് കേട്ടോളൂ. അതേ യോഗത്തിൽ ജിന്നിനോട് സഹായം തേടാം, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന ദുഷ്പ്രചരണം നാടൊട്ടുക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴും ചില ആളുകൾ എഴുതി വെച്ച പോസ്റ്റർ മുജാഹിദ് ജിന്ന് വരുന്നു ജാഗ്രത എന്നാണ്. കണ്ടോ? 2011 ഡിസംബറിൽ അത് മടവൂർ വിഭാഗത്തിന് മറുപടി പറയാൻ വേണ്ടി പോവുകയാണ്.
അപ്പോ മുജാഹിദ് ജിന്ന് വരുന്നു. അപ്പൊ ഇത് 2002 മുതൽ 2011 ഡിസംബറിൽ വരെ ആര് പറയുന്നതാണ്? മടവൂർ വിഭാഗം പറയുന്നതാണ്. കേട്ടോളൂ. കാരണം ജിന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടില്. ആ അവസ്ഥ ഇപ്പൊ ഇവർക്കുള്ളത്. ഇവർക്കിപ്പോ ജിന്നില്ലാതെ ജീവിക്കാൻ കഴിയൂല. നാനാജാതി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ജിന്നാണ് ചില ആളുകൾക്ക് ഊർജം കൊടുക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെയും അതിനെ ഉപയോഗപ്പെടുത്താമെന്നാണ് അവരുടെ വിചാരം. പക്ഷെ മുജാഹിദുകൾക്ക് നേർക്കുനേരെ പറയാനുള്ളത്, സർവ ശൈത്താന്മാരും ഒന്നിച്ചാലും ആ ശൈത്താന്മാർ മിനൽ ജിന്നതി വന്നാസ് എന്ന് പറഞ്ഞ ആ ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാരാണെങ്കിലും മനുഷ്യരിൽപ്പെട്ട ശൈത്താന്മാരാണെങ്കിലും ഈ രണ്ട് ശൈത്താന്മാരെയും ഒരുപോലെ നേരിടാനും ഒരുപോലെ തകർക്കുവാനും ഒരുപോലെ അവരെ നശിപ്പിക്കുവാനും പക്വതയും പാകതയുമുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനമെന്നാണ്. അപ്പൊ കണ്ടില്ലേ, ഇന്നിപ്പോ നമുക്കെതിരിൽ ശിർക്കാരോപിച്ച് നടക്കുന്ന അനസ് മുസ്ലിയാരായി പറയുന്നത്. ഇത് മടവൂർ വിഭാഗം കൊണ്ടുവന്നപ്പോൾ അവർക്ക് അദ്ദേഹം കൊടുത്ത മറുപടിയാണത്. അപ്പൊ ശിർക്കാരോപണം കൊണ്ടുവന്നത് മടവൂർ വിഭാഗമാണ്. നമ്മൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഖുറാഫാത്തുകളെ പുനരാനയിക്കുന്നു എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അവർക്ക് സംഘടനയിൽ നിന്ന് പുറത്തു പോയപ്പോൾ ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അതിനവർ കണ്ടെത്തിയൊരു മുറിവൈദ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്. അന്ന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. 2007 ഇതേ അനസ് മുസ്ലിയാര് ഇസ്ലാഹ് മാസികയിൽ വന്നൊരു ലേഖനം പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ശിർക്കിലേക്ക് പോയി എന്ന് അലിമദനിയെ പോലെയുള്ള മടവൂർ വിഭാഗം പ്രാസംഗികർ പറഞ്ഞപ്പോ അതിന് അനസ് മുസ്ലിയാര് 2008 ഒക്ടോബറിൽ വാഴക്കാട് വന്ന് കൊടുത്ത മറുപടി കേട്ടോളൂ. പറഞ്ഞൊരു ആരോപണം എന്താ? കാര്യമായി പറഞ്ഞ മറ്റൊരാരോപണം അത് മറ്റൊന്നല്ല. എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. തിരുവനന്തപുരത്തൊരു മുഖാമുഖം നടത്തി. അവിടെ ഈ വാദം ഇങ്ങനെ നാടുകളെ പറഞ്ഞു നടക്കുന്ന പലരും ആ സദസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു തെളിവ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞതിന് ഒരു തെളിവിന്റെ അംശം കാണിച്ചു തരാൻ ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാന്ന് പറഞ്ഞു. ഒരുത്തരെയും കണ്ടില്ല, വായിച്ചില്ല. എന്തേ വായിക്കാത്തത്? വായിക്കട്ടെ. ഇങ്ങനെ നാട്ടുകാരോട് പറയാ, നിങ്ങൾ സക്കരിയയും ടീമും ഔലിയാക്കളെ വിളിക്കുന്നതിന് പകരം ജിന്നുകളെ വിളിക്കുന്നു. ഞങ്ങൾ കാന്തപുരവും ടീമും ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ചു. എവിടെ മൗലവി വ്യത്യാസം? വൈക്കറ്റ് ഇങ്ങനെ നാട്ടുകാരോട് പറയാ. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ തെളിയിക്കാൻ സാധ്യമല്ല. തെളിയിക്കാൻ സാധ്യമല്ല മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത്. പിന്നെന്താ? പിന്നെ ഒരു ഇസ്ലാം മാസിക ഇങ്ങനെ എടുത്തു കാണിക്കും. 2007 ഏപ്രിൽ പുറത്തിറങ്ങിയ ഇസ്ലാം മാസിക. എന്നിട്ട് ചോദ്യം, ആരാ പോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുക, ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്? കേട്ടില്ല നിങ്ങൾ? പച്ചക്ക് പറ. ഈ പ്രസംഗം കേൾക്കുന്ന മടവൂർ വിഭാഗത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഈ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഇസ്ലാഹ് കൊണ്ടുവരാൻ സാധിക്കോ? ഞാൻ പല സ്റ്റേജിലും വെല്ലുവിളിച്ചു. വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം എന്ന് പറഞ്ഞ ഇസ്ലാഹ് പച്ച നുണയോട് പറയാം. എന്നിട്ട് പറയാണ് ഇത് വസ്തുതയാണ്, ഞങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇല്ലാത്തത് എങ്ങനെ വിശദീകരിച്ചുണ്ടാകുമോ? അപ്പൊ കളവ് പറഞ്ഞുകൊണ്ട്, പച്ച പൊള്ളു പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കത് ശിർക്കാരോപിച്ചു. ആ ശിർക്കാരോപണത്തെ അനസ് മൗലവിയെ പോലുള്ള ആളുകൾ നേരിട്ടു. ഇന്ന് ആ അനസ് എന്ത് പറയുന്നു? അതേ ശിർക്കാരോപണം ഏറ്റെടുത്തു. അയാളുടെ ഗതികേട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മടവൂർ വിഭാഗത്തിന് അതിന് ശക്തമായി പ്രസംഗിച്ച് അദ്ദേഹത്തിന് 12 മണിക്കൂർ CD നമുക്ക് കാണുവാൻ സാധിക്കും. വിവിധ സ്ഥലങ്ങളിൽ വെച്ച് മടവൂരിസം ഒരു പൊളിച്ചെഴുത്ത് എന്ന പേരിൽ പ്രസംഗിച്ചത്.
പക്ഷെ ഇന്ന് ആ മടവൂരികൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും അതേപോലെ ഏറ്റെടുത്ത് പ്രസംഗിക്കുന്ന അവസ്ഥയാണ് സുഹൃത്തുക്കളെ ഈ വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ശിർക്കാരോപണം കൊണ്ടുവന്നത് ആരാണ്? മടവൂർ വിഭാഗമാണ്. അത് ഏറ്റെടുത്തത് ആരാണിപ്പോൾ? ഇവരാണ്. അതാണ് ഈ സംഘടനയിലെ പ്രശ്നം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഘടനയിലെ പ്രശ്നം മടവൂർ വിഭാഗത്തിനെതിൽ നമ്മൾ പറഞ്ഞിരുന്ന ആരോപണം എന്തോ ആ ആരോപണം ഇപ്പോൾ ഈ വിഭാഗം ഏറ്റെടുത്ത് ഈ പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കി ജിന്ന് സിഹിർ വിഷയത്തിൽ എന്നാണ്. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, എന്ത് ആശയക്കുഴപ്പാണ് ഈ ഉള്ളവൻ ഉണ്ടാക്കിയത്? ആശയക്കുഴപ്പം തീർക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. 2002 മടവൂർ വിഭാഗം പുറത്തുപോയ ആ വർഷം തന്നെ അമ്പലക്കടവ് ഫൈസി ചന്ദ്രികയിൽ എഴുതി, നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞു, നിങ്ങൾക്കിനി സമസ്തയിൽ ലയിക്കുന്നതാണ് നല്ലത്, നിങ്ങൾ തൗഹീദിന് പുതിയ നിർവചനം കൊണ്ടുവന്നു, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഉള്ളവൻ അന്ന് മറുപടി എഴുതിയത്. ആദ്യം ഞാൻ മറുപടി എഴുതി, വീണ്ടും അയാൾ എഴുതി, വീണ്ടും ഞാൻ മറുപടി എഴുതി, വീണ്ടും അയാൾ എഴുതി. പിന്നെ മറുപടി കൊടുത്തപ്പോൾ റൈമേച്ചേരി പറഞ്ഞു എടുക്കൂല. എന്നിട്ട് നമ്മൾ ഇസ്ലാഹിൽ കൊടുത്തു, ചന്ദ്രിക പ്രസിദ്ധീകരിക്കാൻ മടിച്ച ലേഖനം. ഞാനായി എഴുതിയതിൽ എന്തെങ്കിലും ഇസ്ലാമിക വിരുദ്ധമോ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതോ അല്ലെങ്കിൽ മുജാഹിദുകളെ പേടിപ്പിക്കുന്നതോ ഉണ്ടെന്ന് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാനവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെയും ആദർശത്തെയും പ്രതിരോധിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല സമസ്തക്കാരെ അങ്ങോട്ട് ആക്രമിക്കുകയും ചെയ്തു. ഞങ്ങളൊരു പുതിയ നിർവചനം കൊണ്ടുവന്നിട്ടില്ല. അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എന്ന ഇബാദത്തിന്റെ നിർവചനം അത് ഞങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണ് ആ വിനയം അങ്ങേയറ്റമായി തീരുന്നത്? വിനയം അർപ്പിക്കപ്പെടുന്ന, താഴ്മ അർപ്പിക്കപ്പെടുന്ന ശക്തിയെപ്പറ്റി, വ്യക്തിയെപ്പറ്റി മനസ്സിൽ അഭൗതിക വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ ഉണ്ടാകുന്നത്. അത് വിശദീകരിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ സമസ്തയിൽ ലയിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ല മുസ്ലിയാരെ? ജിന്നും ശൈത്താനുമാണോ നമ്മൾ തമ്മിലുള്ള തർക്കം എന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ മറുപടി കൊടുത്തു. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അന്ന് മടവൂർ വിഭാഗത്തിനെതിരിൽ ജിന്ന് സേവയും പിശാച് ബാധയും പിളർപ്പന്മാരെ സ്വന്തം കൃതികളിൽ എന്ന പേരിൽ ഞാനൊരു പുസ്തകം എഴുതി. ബഹുമാന്യ AP ആണിത് പരിശോധിച്ചത്, CP സലീമാണിത് പരിശോധിച്ചത്, നമ്മുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചത് വിതരണം ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഇസ്ലാമിക വിരുദ്ധമോ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതോ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞു സാൽവേഷനോടനുബന്ധിച്ച് 2006 ഡിസംബറിൽ കോഴിക്കോട് നടന്ന സാൽവേഷൻ, അതിന് മുന്നോടിയായി ജിന്നും സിഗറും പറഞ്ഞ് മടവൂരികൾ രംഗം കൊളമാക്കി. നമ്മൾ എന്ന് തീരുമാനിച്ചത് പരസ്യമായി ഈ വിഷയത്തിൽ അവർക്ക് മറുപടി പറയേണ്ട, അവരെന്തോ പറഞ്ഞു പോയിക്കോട്ടെ എന്നാണ്. അപ്പൊ നമ്മളാരും പ്രസംഗത്തിൽ മറുപടി കൊടുക്കാൻ തയ്യാറായില്ല. നേതൃത്വത്തെ മാനിച്ചുകൊണ്ട് നമ്മളങ്ങനെ മിണ്ടാതിരുന്നു. പക്ഷെ ആളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കാൻ നല്ല സൗകര്യമാണല്ലോ. അവരങ്ങനെ പറഞ്ഞ് കത്തി കയറി നമ്മളെ മാനം കെടുത്തി. അങ്ങനെയാണ് 2007 ജനുവരിയിൽ നമ്മൾ മീറ്റിംഗ് കൂടിയിട്ട് അവർക്കെതിൽ മറുപടി കൊടുക്കണം എന്ന് തീരുമാനിച്ചത്. അവർക്ക് ഈ വിഷയത്തിലുള്ള ഹദീസ് നിഷേധ സ്വഭാവം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർക്ക് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. അതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നതാ. അന്ന് ഈ ഉള്ളവൻ ആ സാൽവേഷൻ കഴിഞ്ഞു പോകുന്നവർക്ക് തിരിച്ചു പോകുമ്പോ കൊടുക്കാവുന്ന 5 രൂപയുടെ ചെറിയ പുസ്തകം എഴുതും, ജിന്നും സിഗറും മടവൂരികളുടെ ദുഷ്പ്രചരണവും. 1000കണക്കിന് കോപ്പി അത് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു കാണും. മടവൂരി നേതാവായിരുന്നു ശംസുദ്ദീൻ പാലക്കോട് എന്ന KPS ഫാറൂഖ് എഴുതിയ 13 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണത്. അതിൽ അവസാനത്തെ ചോദ്യം എന്താ കണ്ടോ? ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല, ഇഫിരീത്തിനെ വിളിച്ചാൽ കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ KNM-കാരുടെ വാദം. അതിനാണ് ഞാൻ മറുപടി കൊടുത്തത്. അപ്പൊ അന്ന് തുടങ്ങിയതാണ് സുഹൃത്തുക്കളെ മടവൂർ വിഭാഗത്തിന്റെ ഈ ശിർക്കാരോപണം. അതിനൊക്കെ മറുപടി കൊടുത്ത ആളാണ് ഞാൻ. അതുപോലെ ജിന്നും സിഗറും മടവൂരികൾ ദുഷ്പ്രചരണവും എന്ന ഇതിന് മറുപടി പോലും എഴുതിയില്ല. അവര് നേരത്തെ പറഞ്ഞ പുസ്തകത്തിന് മറുപടി എഴുതിയില്ല. പിന്നെ സമസ്തക്കാരത് ഏറ്റെടുത്തു. നിങ്ങൾ ശിർക്കിലേക്ക് പോയി എന്ന് 2007 ജബ്ബാർ മൗലവിയുടെ ലേഖനം വന്നപ്പോ അന്ന് ഞാൻ എഴുതി, മടവൂരികളുടെ തൗഹീദും കുബൂരികളുടെ മുതലെടുപ്പും. തുടർച്ചയായി ഇസ്ലാഹിൽ ലേഖനം എഴുതിയിരുന്നു. അതിനുശേഷം കേരള ജമിയത്തുമ പ്രബന്ധം ക്ഷണിച്ചു. 53 പേജ് വരുന്ന പ്രബന്ധം ഞാൻ കൊടുത്തു. AP, TP, മദനി, അതുപോലെ ഉമരി, KNM KJU പ്രസിഡന്റ് സെക്രട്ടറിമാരും ഫത്വ ബോർഡ് ചെയർമാൻ ഐദീതങ്ങളും കൂടി പരിശോധിച്ചു. എന്നിട്ട് എന്നെ വിളിപ്പിച്ചു. എന്നോട് എന്താ പറഞ്ഞത്? സക്കരിയാന്റെ പ്രബന്ധമൊക്കെ ഞങ്ങൾ വായിച്ചു, പഠിച്ചു. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇതൊരു പ്രബോധന വിഷയമായി കൊണ്ട് നടക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ സമ്മതിച്ചിട്ടുള്ളതാണല്ലോ, അതെ, അതിൽ ഉറച്ചു നിൽക്കണം. കാര്യമായ ഒരു ചർച്ച അവിടെ ഉണ്ടായില്ല. എന്റെ പ്രബന്ധത്തിൽ എന്തെങ്കിലും ഖുർആനിനോ ഹദീസിനോ വിരുദ്ധമായതുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇന്നും നിങ്ങൾക്കത് വായിക്കാൻ കിട്ടും. ഈ പറഞ്ഞ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കാൻ കിട്ടും. അപ്പൊ ഞാനിത് പറഞ്ഞത് സുഹൃത്തുക്കളെ, ഞാൻ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം തീർക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. അതുപോലെ പ്രസംഗത്തിന് വേണ്ടി 2007 ജനുവരിയിൽ നമ്മൾ തീരുമാനിച്ചതിന് ശേഷം 2007 മാർച്ചിൽ ഞാൻ നടത്തിയ പ്രസംഗം ഇരുമ്പുഴിയിൽ വെച്ച്
മടവൂരികൾക്കും കുബൂരികൾക്കും ഒരുപോലെ മറുപടി കൊടുത്തുകൊണ്ട് മുജാഹിദുകൾ ശിർക്കിലേക്കോ പേരോടിന് മറുപടി. അതുപോലെ കടവത്തൂരിൽ വെച്ച് ജിന്ന് പിശാച് സിഹിർ മടവൂരികളെ വാദങ്ങൾ സമഗ്ര വിശകലനം 7 മണിക്കൂർ നീണ്ടുക്കുന്ന പ്രഭാഷണം. ഈ 2 പ്രഭാഷണങ്ങളും ഇതൊക്കെ എത്രയോ നമ്മുടെ പണ്ഡിതന്മാരും സിലാഹി സെന്റർ ഭാരവാഹികളും അതുപോലെ യൂണിറ്റിലുള്ളവരൊക്കെ കേട്ടതാണ്. ആരും അതിലൊന്നും ഒരു ഇസ്ലാമിക വിരുദ്ധ പരാമർശവും കണ്ടിട്ടില്ല. പലരും വിളിച്ച് അഭിനന്ദിക്കുകയും അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വാസ്തവം. ഒളവണ്ടയിൽ ഞാൻ പ്രസംഗിച്ചതും അതുപോലെ താനാളൂരിൽ പ്രസംഗിച്ചതും ഒക്കെ CD ലഭ്യമാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? മടവൂരികൾ ഇത് ഏറ്റെടുത്തു. മടവൂരികൾ കട്ടുമുറിച്ച ക്ലിപ്പിംഗ് ഉണ്ടാക്കി. എന്റെ പ്രസംഗത്തിന്റെ കട്ടുമുറിച്ച ചില ഭാഗങ്ങൾ എടുത്തു, അത് ക്ലിപ്പിംഗ് ആക്കി ഇറക്കി, അതവർ കൊണ്ടു നടന്നു. പക്ഷേ അത് വിജയിക്കൂല എന്ന് കണ്ടപ്പോൾ അവർക്ക് പിന്മാറേണ്ടി വന്നു. പക്ഷെ പിന്നീട് എന്തുണ്ടായി? 2011 വന്നപ്പോ അതേ വാദങ്ങൾ ഏറ്റെടുത്തു. അത് ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വാദങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന KKP അബ്ദുള്ളയുടെ പുസ്തകത്തിലുള്ളത്. മടവൂർ വിഭാഗം അന്ന് നമുക്കെഴുതിയ മറുപടി, അബ്ദുസ്സലാം സുലൈമിയുടെ മറുപടി അതേ രൂപത്തിൽ പകർത്തിയ പുസ്തകമാണ് KKP അബ്ദുള്ളയുടെ അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്ന പുസ്തകം. ഈ പുസ്തകം പ്രൊഫസർ അബ്ദു സാഹിബ് ഇവിടെ പലർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ്. തനിച്ച മടവൂരി ആദർശമാണ് ഇതിലുള്ളത്. കഴിഞ്ഞ KNM ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ ഇവർ ഉപയോഗിച്ച പുസ്തകം ഇതാണ്. ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ സുഹൃത്തുക്കളെ അബ്ദുറഹ്മാൻ ഇരുവേറ്റി ഇപ്പൊ കഴിഞ്ഞ ശബാബിൽ അയാൾ ലേഖനം എഴുതിയിട്ടുണ്ട്. അയാളെ ഹദീസ് നിഷേധിയാക്കി പുറത്താക്കിയത് അന്യായമാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ അദ്ദേഹം പറഞ്ഞ 9-ാം പേജിൽ അവതാരികയിൽ എഴുതുക, ഈ ഗുരുതരമായ വ്യതിയാനത്തിന് പുറമെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന വിഷയങ്ങൾ അട്ടിമറിക്കാൻ വേറെ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. കണ്ണേറ്, കറുത്ത നായ, കറുത്ത പൂച്ച, പല്ലിപദം, സിഹിറിന്റെ യാഥാർത്ഥ്യം, അത് പ്രവാചകരെ പോലും ഏൽക്കുന്നുള്ള സന്തോഷം, പ്രവാചകന്റെ ഇപ്പോൾ ലഭ്യമല്ലാത്ത തിരുശേഷിപ്പുകൊണ്ട് ബറക്കത്തെടുക്കൽ, അങ്ങനെ പോകുന്നു പുതിയ അടിസ്ഥാന വിഷയങ്ങൾ. കണ്ടോ? അപ്പൊ കണ്ണേറും അതുപോലെ പല്ലിയെ കൊല്ലണമെന്നതും സിഹിർ യാഥാർത്ഥ്യമെന്ന് റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചതും ഒക്കെ നിഷേധിച്ചുകൊണ്ടുള്ള പുസ്തകം അബ്ദുറഹ്മാൻ ഇരുവേറ്റി അവതാരിക എഴുതി. ഇതാണ് പ്രൊഫസർ അബ്ദു സാഹിബ് പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി എവിടെ എത്തിയെന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, തനിച്ച മടവൂരി ആദർശമാണ് ഇവർ കൊണ്ടുവന്നത്. വാസ്തവത്തിൽ മടവൂർ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹദീസ് നിഷേധവും അവരെ വ്യതിയാനവും മറച്ചു പിടിക്കാനാണ് അവർ ശിർക്കാരോപണം ലൈവാക്കി നിർത്തിയത്. അബ്ദുസ്സലാം സുലൈം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബുഖാരിയിൽ 60 ഹദീസ് ഞാൻ ലൈഫ് ആക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തേ നഷ്ടപ്പെട്ടു. അപ്പൊ ലൈഫ് ആക്കിയിട്ടില്ല എന്ന് മൂപ്പര് പറയണില്ല, പക്ഷെ ലൈഫ് ആക്കിയിട്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. കാരണം മൂപ്പര് പറയുന്നത് മുജാഹിദുകൾ വിഴുങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് പലതും നഷ്ടപ്പെട്ടു. താടി നഷ്ടപ്പെട്ടു പല ആളുകൾക്കും. താടി വെക്കുന്നത് താടിക്കൊരു കൂലിയില്ല എന്നാ. വസ്ത്രം ധരിയാണിക്ക് താഴെയാണ് അവർ പലതും. അവർക്ക് മ്യൂസിക് ഇന്ന് ഹലാലാണ്, ഹറാമല്ല. അന്യ പെണ്ണിനെ ബൈക്കിന്റെ ബാക്കിലിരുത്തി കൊണ്ടാലും തെറ്റല്ല എന്ന ഫത്വ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലേ? അതുപോലെ താടി വെച്ച ആളുകളെ കളിയാക്കുക, മുഖം മറച്ച സ്ത്രീകളെ കളിയാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്വകൾ കൊണ്ട് ഉണ്ടായി തീർന്നിട്ടുണ്ട്. അതുപോലെ ജിന്നുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ അദ്ദേഹം ഒന്നുകിൽ വാറോലയാണെന്ന് തള്ളും, അല്ലെങ്കിൽ അദ്ദേഹം വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കും. ഇപ്പൊ കക്കൂസ് കയറും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്കൽ ഖുബൂതി വൽ ഖബായിസി, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ അല്ലാഹുവിൽ ശരണം തേടുന്നു. മൂപ്പർക്ക് അഭൗതികനായ ജിന്നെങ്ങനെ കക്കൂസിലെത്തി എന്നാ സംശയം. അപ്പൊ മൂപ്പരതിനെ കൊതുവാക്കി. ആൺകൊതുവും പെൺകൊതുവാണ്. അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ഒതു കൊടുക്കുമ്പോൾ മൂക്കിൽ നല്ലോണം വെള്ളം കയറ്റി ചീറ്റണം. കാരണം പിശാചി രാത്രിയിൽ അവന്റെ മൂക്കിന്റെ ഓട്ടയിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂപ്പർക്ക് സംശയം, അഭൗതികനായ ജിന്നെങ്ങനെ മൂക്കിന്റെ ഓട്ടയിലെത്തി. അപ്പൊ മൂപ്പര് മൂക്കിലെ കൊറ്റൻ അല്ലെങ്കിൽ പൊടിമടലങ്ങൾ, അതിനൊക്കെ ശൈത്താൻ എന്ന് പറയും എന്നാക്കി അവിടെയും മാറ്റി. പിന്നെ മൂപ്പര് പറഞ്ഞു ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ഇതിനൊക്കെ ജിന്ന് തന്നെ പറയാ. അല്ലെങ്കിൽ നിങ്ങൾ പറയും ജിന്നിന് ബാക്ടീരിയക്ക് എന്താ മുഹമ്മദ് നബി പറഞ്ഞത്, വൈറസിന് എന്താ മുഹമ്മദ് നബി പറഞ്ഞത്? ഇയാൾ ചോദിക്കുക. മുഹമ്മദ് നബി വൈറസും ബാക്ടീരിയയും പഠിപ്പിക്കാൻ വന്ന കെമിസ്ട്രി മാഷ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടുപിടിച്ച സൂക്ഷ്മ ജീവികളായത്. അതെങ്ങനെ റസൂലുള്ളാഹിന്റെ ഹദീസിനെ ഫിറ്റാക്കുക? അപ്പൊ തനിച്ച ഹദീസ് നിഷേധം, റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ച ഹദീസ് ബുഖാരി മുസ്ലിം പോലെ മുഴുവൻ ഹദീസിന്റെ കിതാബുകളിലും അറിയപ്പെട്ടതും അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിൽപ്പെട്ടതുമാണ്. പക്ഷെ ഇയാളെന്താ, അത് ഖുർആനിനെതിരാണെന്ന് എന്നെ ഒരു കൂട്ടര്. അബ്ദുസ്സലാം സുലൈമി പറയുന്നു ഖുർആനിനെതിരാണെന്ന് മാത്രമല്ല, അത് അതിന്റെ സനദിന്റെ കാര്യം പോക്കാണ്. ഉമർ സുലൈമി പറയുന്നു സനദിന് യാതൊരു കുഴപ്പമില്ല. റൌഫ് മൗലവി പറയുന്നു സനദിനും കുഴപ്പമില്ല, ബുദ്ധിക്കും എതിരല്ല, ഖുർആനും എതിരല്ല. ഇതൊക്കെ ഓല കൂട്ടത്തിലെ അഭിപ്രായം.
അപ്പൊ ഇങ്ങനെ അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിനും സമീപനങ്ങൾക്കും വിരുദ്ധമായി പ്രമാണങ്ങളെ സമീപിച്ചുകൊണ്ട് വ്യതിയാനം സംഭവിച്ചപ്പോൾ ആ വ്യതിയാനം മറച്ചു പിടിക്കാനാണ് അവർ എനിക്കെതിരിലും അതുപോലെ മുജാഹിദ് പ്രവർത്തകർക്ക് മൊത്തത്തിലും ശിർക്കാരോപണം നടത്തിയത്. അന്ന് നമ്മൾ മറുപടി കൊടുത്തു. 2009 8-ാം മാസം തിരുവനന്തപുരത്ത് വെച്ച് നടന്നൊരു മുഖാമുഖത്തിൽ അനസ് മുസ്ലിയാർ പറയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് നിങ്ങൾ തെളിയിച്ചാൽ ഇനി നിങ്ങൾക്കെതിരെ ഞാൻ സ്റ്റേജിൽ കയറൂല. കേട്ടോളൂ. ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്തുദ്ധരിച്ച് കോട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. കണ്ടില്ലേ, മടവൂരികൾക്കെതിരെ ഞാൻ സംസാരിക്കൂല. ഇപ്പൊ അവരെന്നെ തെളിയിച്ചല്ലോ. അപ്പൊ ഇനി മടവൂരികൾക്കെതിരെ മൂപ്പർക്ക് മിണ്ടാൻ പറ്റൂല. കാരണം തെളിവില്ലാന്ന് അന്ന് പറഞ്ഞാൽ ഇപ്പൊ തെളിയിച്ചു. ഇപ്പോ നമ്മളെപ്പോലൊക്കെ ജിന്നിനെ വിളിക്കണാലായിപ്പോ അവരെന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അനീഫ് കായക്കൂടി പറഞ്ഞോട്ടുള്ളൂ, നന്ദിയിലെ പള്ളി പൂട്ടിയിട്ട് ദാറുസലാമിന് താക്കോലേൽപ്പിക്കാൻ. കേട്ടോളൂ. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. കണ്ടില്ലേ, 2010 ശേഷം മൂപ്പരി പറയണത്. ഇപ്പൊ അനീഫാനോട് ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾ തെളിയിച്ചല്ലോ, നിങ്ങൾക്കിപ്പോ തെളിഞ്ഞു ഞങ്ങൾ പറയുന്നത്. മുജാഹിദുകൾ ഒരുപാട് ആൾ ജിന്നോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന ധൈര്യമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ, വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞ മാതിരി അരിയാഹാരമാണ് കഴിക്കുന്നതെങ്കിൽ എന്തു വേണം? നിങ്ങൾ ആ നന്ദിപ്പള്ളി പൂട്ടിയിട്ട് താക്കോൽ അവിടെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. പ്രൊഫസർ അദ്ദൂനി കൂടി കൂട്ടിക്കൊള്ളി, സാക്ഷി ആയിക്കോട്ടെ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതാ ചെയ്യേണ്ടത്. ഇനി പറഞ്ഞു, ഇന്ന് എനിക്കത് ശിർക്കാരോപിക്കുന്ന അനസ് മുസ്ലിയാർ പറഞ്ഞത് കേട്ടോളി. 2010 ജനുവരിയിൽ ഞാൻ പ്രസംഗിച്ച ക്ലിപ്പ് ഇട്ടിട്ട് എനിക്കങ്ങനെ വാദമില്ല എന്ന് പറയാണ്. കേട്ടോളൂ. സക്കറിയ സലാഹി മറുപടി പറഞ്ഞു, എന്ത് ജിന്നോടും മലക്കിനോടൊക്കെ സഹായം നേടാൻ ഒരു പ്രശ്നമില്ല, അങ്ങനെ ഇവർ ചോദിച്ച ചോദ്യത്തിനൊക്കെ അങ്ങനെ മറുപടി പറഞ്ഞു എന്ന്. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഒരു മനുഷ്യനെ പച്ചക്ക് കബളിപ്പിക്കുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മടവൂരിസം തിന്മക്ക് നാശത്തിന്, ചതിക്ക് വഞ്ചനക്ക്. ആ വർത്തമാനം പത്രത്തിലെ ആളുകളെ ചതിച്ച് വഞ്ചിച്ച് അതുകൊണ്ട് പൂതി തീരാതെ അള്ളാന്റെ പള്ളിയുടെ മുന്നിൽ മാറു തുറക്കാനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ വഞ്ചിച്ച് അള്ളാന്റെ പള്ളിയെ വഞ്ചിച്ച് എന്നിട്ടൊന്നും പൂതി തീരുന്നില്ലേ നിങ്ങൾക്ക്? എന്താണ് യഥാർത്ഥത്തിൽ കായംകുളത്ത് സംഭവിച്ചത്? ഒന്നാമത്തെ ചോദ്യം, ആ നോട്ടീസിൽ കൊടുത്ത ഒന്നാമത്തെ ചോദ്യം വായിച്ച് സക്കറിയ സലാഹി പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്, മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കറിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 എണ്ണം മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം. നിങ്ങള് പച്ച നോണ അച്ചടിച്ച് വിടുക. ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് ഇതാണ് ദീനീ പ്രവർത്തനം. എന്നിട്ടോ ഇവിടെ ഉണ്ട്. പിന്നെ കേട്ടോളൂ, നിങ്ങള് ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഏർപ്പെടുന്നു പറഞ്ഞ തെളിവില്ലാന്നാണ് ഞാൻ എഴുതിയത്. സാൽവേഷൻ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അത് എന്റെ പേരിൽ ആരോപിച്ചിരിക്കാം. കണ്ടോ?
എന്താ സക്കറിയ സലാഹി പറഞ്ഞത്? തേടാമോ? തേടാമെന്നോ? ജിന്നിനോട് മലക്കിനോട് വിളിച്ച് തേടാന്നാ പറഞ്ഞത്? ആണോ? ആണോ? ഇവർ ചോദിക്ക തേടാമെന്നാണോ? 2010 ജനുവരിയിൽ ഞാൻ പ്രസംഗിച്ച ക്ലിപ്പ് മൂപ്പരിടുക. 2011 ഒക്ടോബറിൽ തലശ്ശേരിയിൽ വന്നിട്ട് ഇതേ ക്ലിപ്പ് ഇട്ടിട്ട് എനിക്കങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞു. 2011 നവംബറിൽ ബഹ്റൈനിൽ പോയിട്ടും ഇതേ ക്ലിപ്പ് ഇട്ടിട്ട് മൂപ്പര് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറഞ്ഞത് ബഹ്റൈനിൽ ഞാൻ പറഞ്ഞത് 2011 ജൂൺ മാസത്തിൽ PN അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിൽ പുളിക്കൽ ഞങ്ങൾ 10 പേരിരുന്നപ്പോ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് സക്കരിയ സലാഹി ഒപ്പിട്ട് തന്നിരുന്നു. അതിന്റെ ബലത്തിൽ പറഞ്ഞതാണ്. ശരി, എല്ലാ ഒപ്പും ബാത്തിലായി. ഞാൻ ഇപ്പൊ പുറത്താണല്ലോ. ഇന്നൊരു ക്ലിപ്പ് നിങ്ങളിടി, ഒരു ക്ലിപ്പ് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളിടി. അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് അപ്പൊ ക്ലിപ്പ് ഉണ്ടായിട്ടും എന്റെ ഒപ്പ് മാനിച്ച് അത് മറച്ചു വെച്ചാന്നുള്ള മാതിരി മൂപ്പര് പിന്നൊരു വാക്ക് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സക്കരിയ സലൈക്ക് അങ്ങനെ വാദമുണ്ടെങ്കിൽ ആ മൈക്ക് നമ്മൾ അദ്ദേഹത്തിനെ തിരിച്ചു വെക്കും. ഇപ്പൊ വാദമുണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജിന്നിനോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന് ഞാൻ പറഞ്ഞ ഒരു തെളിവ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കോ? സാധിക്കൂല സുഹൃത്തുക്കളെ. പച്ച കളവ് പറഞ്ഞതാ. മടവൂർ വിഭാഗം അത് പറഞ്ഞപ്പോ നമ്മൾ ഒന്നിച്ച് മറുപടി കൊടുത്തതാണ്. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ ആരുമില്ല. അബ്ദുറഹ്മാൻ സലഫി തന്നെ പറയുന്നത് കേട്ടോളൂ. ഇതേപോലെ തന്നെ സക്കരിയ സലാഹി എന്ന് മൂപ്പര് പറഞ്ഞു നടക്കുന്നു. ആ സക്കരിയ സലാഹി ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയത് അദ്ദേഹത്തിന്റെ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ കൃത്യമായി ഓരോ ചോദ്യത്തിനും മറുപടിയും നൽകിയിട്ടുണ്ട്. മറുപടി എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഈ CD വിതരണം ചെയ്യല്ലാതെ വേറെന്താ ചെയ്യാ? ഇതാണ് നിങ്ങളുടെ ആദർശം. നിങ്ങൾക്ക് വേറെ അജണ്ടയില്ല, നിങ്ങൾക്ക് വേറെ ആദർശമില്ല. നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുമ്പാകെ മറ്റ് എന്തെങ്കിലും ഒരു പ്രവർത്തനവുമായി രംഗത്തേക്ക് ഇറങ്ങാനില്ല. സക്കരിയ സലാഹിക്ക് വ്യക്തമായ മറുപടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ 2006 ഇറക്കിയ ലഘുലേഖയെ പറ്റിയാ പറയുന്നത്. നിങ്ങളിപ്പോ ക്ലിപ്പിൽ കണ്ടത് ഈ അടുത്ത കാലത്ത് 2012 ജനുവരി മുതൽക്ക് ഞാൻ എഴുതിയ ഒരു ലഘുലേഖയാണ്. മുജാഹിദ് പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളും. സുഹൃത്തുക്കളെ, ആശയ ദാരിദ്ര്യം കൊണ്ട് മടവൂർ വിഭാഗം കൊണ്ടുവന്ന ഈ ആരോപണം അന്ന് ചുട്ട മറുപടി കൊടുക്കുകയും മടവൂർ വിഭാഗം കെട്ടി മാറി നിൽക്കുകയും ചെയ്തു. അവർ പരാജയപ്പെട്ടു. കഴിഞ്ഞ 10 കൊല്ലം ജിന്ന് പറഞ്ഞ് നടന്നിട്ട് അവർക്ക് എന്താ ഉണ്ടായത്? ഈ പ്രസ്ഥാനം ഏറെ വളർന്നു. കഴിഞ്ഞ 10 വർഷമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ പ്രസ്ഥാനം ഏറെ വളർന്നത്. എത്ര പള്ളികൾ പുതിയതുണ്ടായി, എത്ര മെമ്പർമാർ കൂടുതലുണ്ടായി, എത്ര പണ്ഡിതന്മാർ കടന്നു വന്നു. അപ്പൊ ആശയ ദാരിദ്ര്യമാണ് മടവൂരികൾ അതിന് പ്രേരിപ്പിച്ചത് എന്ന് ഇത്ര കാലം പറഞ്ഞ നമ്മൾ ആ പറഞ്ഞ മുറിവൈദ്യം നമ്മൾ ഏറ്റെടുത്തു. അനസ് മുസ്യാർ തന്നെ ഇടവണ്ണ വന്നിട്ട് ഇന്നിപ്പോ ഇവർ നമുക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കണം എന്താ? തൗഹീദിന്റെ ആയത്ത് ഇങ്ങനെ എന്നൊക്കെ നമുക്ക് ഓതിത്തരാ. ഖുറാഫികൾക്കെതിരെ ഓതുന്ന ആയത്തൊക്കെ. കാരണം നമ്മൾ ശിർക്കിലേക്ക് പോയി എന്ന് പാമരന്മാരെ ധരിപ്പിക്കാൻ വേണ്ടി. എന്നാൽ ആ പണി ആദ്യം എടുത്തിരുന്നത് ആരാ? മടവൂർ വിഭാഗാണ്. എന്നിട്ട് അതിന് ഇടവണ്ണയിൽ പോയി അനസ് മുസ്യാർ കൊടുത്ത മറുപടി അത് ഇന്ന് അനസിന് തന്നെയുള്ള മറുപടിയാണ്. അനസിന് മറുപടി കേട്ടോളൂ. മൂപ്പരിങ്ങനെ ആയത്തോത് എന്ത്? إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ആയത്തോതാണ് എന്റെ അർത്ഥം പറയാണ്. അതുപോലെ തന്നെ എന്ത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഖുൽ ദുഅല്ലദീന സഅംതും മിൻ ദൂനി തുടങ്ങിയ തൗഹീദിന്റെ ആയത്ത് മുഴുവൻ ഓതുക. അയാളുടെ പ്രസംഗം കേട്ടാ തോന്നാ എന്താന്നല്ലേ? ഏതോ ഖുറാഫിക്ക് മറുപടി പറയാന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ദുരുദ്ദേശം. ഇപ്പൊ നിങ്ങളുടെ ദുരുദ്ദേശവും അതാണ്. ഇപ്പൊ നിങ്ങളെ പ്രസംഗത്തിലൊക്കെ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിക്കുക, ഇയ്യാക്കനഅബ്ദു വഇയ്യാക നസ്തഈൻ ഞങ്ങൾക്ക് ഓദിക്കില്ല. അല്ലാതെ ആയത്തോതി കൂലി വാങ്ങുക എന്നതായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഈ ഇടവണ്ണയിൽ വന്ന് കബളിപ്പിച്ചു പോകാന്ന് വിചാരിക്കണം മക്കളെ. ഇത് എത്ര കുതന്ത്രം കണ്ടതാ. എന്ത്? ഇൻതദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമീഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എന്ന് മുജാഹിദിൽ വിളിച്ചിട്ട് പറയാ എന്ത്? ഇൻതദൂഹും നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അതേ ലാ യസ്മഉ ദുആക്കും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. ഇനി കേട്ടാൽ തന്നെ ഉത്തരം തരൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവിടെ വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയത്തോത. അങ്ങനെ അലീമുല്ല ആയത്തോത് നിർത്തി കഴിയുമ്പോ മറ്റാൾ എണീക്ക. ഏത് നമ്മുടെ ഈ സാധനെ ഈ അഴുക്കിയാൽ എണീറ്റിട്ട് പറയാ എന്ത്? കണ്ടോ എത്ര വിഷമകരമാണ് സാഹചര്യം. നമ്മുടെ ആളുകളോട് പോലും
നമ്മൾ ഇത്രയും കാലം ഖുറാഫികളോട് ഓതിക്കൊടുത്തായി തോതിക്കൊടുക്കേണ്ട അവസ്ഥയല്ലേ നമുക്ക്? ഹൗ എന്ത് കഷ്ടപ്പാടായി പോയി. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം. അങ്ങനെയെങ്കിലും ആയത്തേക്കൊന്ന് ഓർത്ത് വരട്ടെ. കുറെ കാലമായല്ലോ, അത് മറന്നു കിടക്കുകയാണല്ലോ. കാര്യം മരം നട്ട് തീർന്നിട്ട് സമയമില്ല. കാര്യം മടവൂരികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം വെച്ചാല് അവസാനം ഈ ജിന്നും പിശാചും ഒന്നും പിടുത്തം കിട്ടില്ല, എന്ത് ചെയ്യും, എല്ലാം മരത്തിലും കയറി ഇരിക്കുക എന്ന വിചാരത്തിൽ നേരത്തെ തന്നെ മരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെച്ചിട്ട് ഇവിടെ ഖുറാഫികൾ പോലും പേരോട് പോലും ഇതുപോലെ സദസ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് മുജാഹിദുകളിതാ ശിർക്കിലേക്കെന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ എന്താണ് മുജാഹിദുകൾക്കുണ്ടായ ശിർക്ക് എന്ന് അത് പ്രചരിപ്പിച്ച മടവൂരികളെ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. അതന്നെ ഞങ്ങൾക്ക് അതൊക്കെ അയാൾക്കുള്ള മറുപടിയാ. ഇപ്പൊ നിങ്ങളുടെ ക്ലിപ്പ് ഇട്ടിട്ട് അയസരിമാരും പേരോടുമാരും സക്കാഫിമാരും ഒക്കെ ഇതാ മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് ഞങ്ങളല്ല പറയുന്നത്. സക്കരിയ സലാഹിന്റെ ക്ലിപ്പ് വേണ്ട, അബ്ദുറഹ്മാൻ സലമിന്റെ ക്ലിപ്പ് വേണ്ട, സംസ്ഥാന പ്രസിഡന്റിന്റെ ക്ലിപ്പ് കണ്ടോ എന്ന് പറഞ്ഞാടുന്നത്. അപ്പൊ നിങ്ങൾ വ്യക്തമാക്കണം, എന്ത് ശിർക്കിലേക്കാ മുജാഹിദുകൾ പോയത് നിങ്ങൾ വ്യക്താക്കിയിട്ടുണ്ടോ? ഈ ടി പി വ്യക്താക്കി തന്നിട്ടുണ്ടോ? കേട്ടോളൂ ബാക്കി. അതുകൊണ്ട് നിങ്ങൾ കേട്ടോ, വളരെ വ്യക്തമായി പറയുകയാണ്. ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ജിന്ന്. മടവൂരികൾ ഇപ്പോ ചിരിക്കാൻ വലിയ കാത്തിരിപ്പുണ്ടാവും, പക്ഷെ ചിരിയൊന്നും വല്ല ആരെങ്കിലും അടുത്തോട്ട് ദിക്കിലിട്ട് കൊടുത്തേക്കണം. മനസ്സിലായോ? വലിയ ചിരിയായിരുന്നു ഇതൊക്കെ പറയുമ്പോഴേ. ഇപ്പൊ വലിയ ചിരിയൊന്നും ഉണ്ടാവൂല നിങ്ങൾക്ക്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നന്നായി ദിക്കിലിട്ട് ചിരിച്ചോ. മലയാളം മനസ്സിലായിട്ടില്ല എങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്? ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. എന്തേ? സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് എന്ന് പറഞ്ഞ ജിന്നിന് കഴിയുന്നു. ഓ മുശ്രിക്ക് ശിർക്ക്. കാരണം എന്താ? ആ ജിന്നിന് കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ശിർക്ക്. ആയിക്കോട്ടെ, ഒന്ന്